ക്രിക്കറ്റ് ആരാധകർക്ക് അഭിമാനത്തിന്റെ പുത്തൻ അധ്യായം കുറിച്ചുകൊണ്ട് രണ്ട് കൗമാര പ്രതിഭകൾ ഇന്ത്യൻ ജേഴ്സിയിൽ ലോകകപ്പ് പോരാട്ടത്തിനിറങ്ങുന്നു. അടുത്ത വർഷം സിംബാബ്വേയിലും നമീബിയയിലുമായി നടക്കാനിരിക്കുന്ന അണ്ടർ 19 ഏകദിന ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിലാണ് കോട്ടയം സ്വദേശിയായ ആരോൺ ജോർജും തൃശൂർ സ്വദേശിയായ മുഹമ്മദ് ഇനാനും ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനങ്ങളെ കണ്ടെത്താനുള്ള ഈ വൻകിട ടൂർണമെന്റിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് താരങ്ങൾ ഒരേ സമയം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് സംസ്ഥാനത്തെ ക്രിക്കറ്റ് വളർച്ചയുടെ വലിയൊരു സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത്. BCCI പ്രഖ്യാപിച്ച 15-അംഗ സ്ക്വാഡിൽ ആയുഷ് മാത്രയാണ് ക്യാപ്റ്റൻ. വിയാൻ മൽഹോത്ര വൈസ് ക്യാപ്റ്റനായും ടീമിനെ നയിക്കും. ലോകകപ്പ് പോരാട്ടത്തിന് തൊട്ടുമുമ്പ് നടക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനായുള്ള ടീമിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ ഏറെ സന്തോഷകരമായ മറ്റൊരു കാര്യം ലോകകപ്പിന് മുൻപുള്ള ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ മലയാളി താരം ആരോൺ ജോർജ് ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ്. വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യയുടെ കുതിപ്പിന് കരുത്തേകാൻ ഈ രണ്ട് മലയാളി താരങ്ങളുടെ സാന്നിധ്യം വലിയ പങ്ക് വഹിക്കുമെന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ കരുതുന്നു. ലോകകപ്പിന് മുന്നോടിയായി നടക്കാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ജനുവരി 3, 5, 7 തീയതികളിലായി 3 ഏകദിന മത്സരങ്ങളാണ് ഉള്ളത്. ദക്ഷിണാഫ്രിക്കയിലെ ബെനോനയിൽ വെച്ചാണ് ഈ മത്സരങ്ങൾ നടക്കുക. ലോകകപ്പ് ടീമിലെ നായകനായ ആയുഷ് മാത്രയും വൈസ് ക്യാപ്റ്റൻ വിയാൻ മൽഹോത്രയും ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ കളിക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാന മാറ്റം. നിലവിൽ പരിക്കേറ്റ ചികിത്സാർത്ഥം ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിൽ കഴിയുന്നതിനാലാണ് ഇവർക്ക് ദക്ഷിണാഫ്രിക്കൻ പരമ്പര നഷ്ടമാകുന്നത്. ഇരുവർക്കും വാരിയലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്ക് ഭേദമായ ശേഷം ഇവർ ലോകകപ്പ് ടീമിനൊപ്പം നേരിട്ട് ചേരും. ഇവരുടെ അഭാവത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക. തന്റെ ബാറ്റിംഗ് മികവിലൂടെ ശ്രദ്ധേയനായ ആരോൺ ജോർജ് ഈ പരമ്പരയിൽ വൈസ് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം കൂടി നിർവഹിക്കും. യുവതാരങ്ങൾക്ക് അന്താരാഷ്ട്ര സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഈ ദക്ഷിണാഫ്രിക്കൻ പര്യടനം വലിയ അവസരമായിരിക്കും നൽകുക. പ്രത്യേകിച്ച് മലയാളി താരങ്ങളായ ആരോണിനും ഇനാനും ആഫ്രിക്കൻ പിച്ചുകളിലെ പേസും ബൗൺസും മനസ്സിലാക്കാൻ ഈ മത്സരങ്ങൾ ഉപകരിക്കും. ലോകകപ്പിലെ മത്സരക്രമം പരിശോധിക്കുമ്പോൾ 5 തവണ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇത്തവണയും കിരീടം നിലനിർത്താനുള്ള ഉറച്ച നീക്കത്തിലാണ്. ആകെ 16 ടീമുകളെ 4 ഗ്രൂപ്പുകളിലായാണ് ലോകകപ്പിൽ തിരിച്ചിരിക്കുന്നത്. ഇന്ത്യ ഗ്രൂപ്പ് ബിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ന്യൂസിലാൻഡ്, USA, ബംഗ്ലാദേശ് എന്നിവരാണ് ഗ്രൂപ്പ് ബിയിലെ മറ്റ് ടീമുകൾ. ജനുവരി 15-ന് USA-ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. തുടർന്ന് ജനുവരി 17-ന് ബംഗ്ലാദേശിനെയും ജനുവരി 24-ന് ന്യൂസിലാൻഡിനെയും ഇന്ത്യ നേരിടും. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയായാൽ സൂപ്പർ 6 റൗണ്ടും തുടർന്ന് സെമി ഫൈനലുകളും നടക്കും. ഫെബ്രുവരിയിൽ സിംബാബ്വേയിലെ ഹരാരെയിലാണ് കലാശ പോരാട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. കരുത്തരായ ബംഗ്ലാദേശും ന്യൂസിലാൻഡും ഗ്രൂപ്പിലുള്ളതിനാൽ ഇന്ത്യക്ക് തുടക്കം മുതൽ തന്നെ മികച്ച പ്രകടനം പുറത്തിറക്കേണ്ടി വരും എന്നതും തീർച്ചയാണ്. യുവനിരയുടെ ആവേശവും മലയാളി താരങ്ങളുടെ സ്പിൻ ബാറ്റിംഗ് മികവും ടീമിന് ഗുണകരമാകുമെന്നാണ് BCCI സെലക്ഷൻ കമ്മിറ്റിയുടെ പ്രതീക്ഷ. ക്രിക്കറ്റ് അസോസിയേഷനുകളുടെയും പരിശീലകരുടെയും കഠിനാധ്വാനമാണ് ഈ രണ്ട് മലയാളി താരങ്ങളുടെ വിജയത്തിന് പിന്നിലുള്ളത്. കോട്ടയത്തെ പുത്തനങ്ങാടി സ്വദേശിയായ ആരോൺ ജോർജ് തന്റെ ക്ലാസിക് ബാറ്റിംഗ് ശൈലി കൊണ്ടാണ് സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. വരാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് താരത്തിന് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ്. അതേസമയം തൃശൂർ സ്വദേശിയായ മുഹമ്മദ് ഇനാൻ കഴിഞ്ഞ ആഭ്യന്തര മത്സരങ്ങളിൽ നടത്തിയ വിക്കറ്റ് വേട്ടയാണ് അദ്ദേഹത്തെ അണ്ടർ 19 ലോകകപ്പ് ടീമിലെ അവിഭാജ്യ ഘടകമാക്കിയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വിവിധ ഏജ് ഗ്രൂപ്പ് ടീമുകളുടെ വളർന്നു വന്ന ഇവരുടെ നേട്ടം മറ്റു യുവതാരങ്ങൾക്കും വലിയ പ്രചോദനമാണ്. സഞ്ജു സാംസണും ബേസിൽ തമ്പിയും കടന്നുപോയ അതേ പാതയിലൂടെ ലോകോത്തര താരങ്ങളായി വളരാൻ ഇവർക്ക് ഈ ലോകകപ്പ് വേദിയാകുമെന്ന് ഉറപ്പാണ്. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനായുള്ള ഇന്ത്യൻ ടീമിൽ വൈഭവ് സൂര്യവംശിക്കൊപ്പം ആരോൺ ജോർജ്, വേദാന്ത് ത്രിവേദി, വിക്കറ്റ് കീപ്പർമാരായ അഭിജ്ഞാൻ കുണ്ടു, ഹർവൻഷ് സിംഗ് എന്നിവരും RS അംബരീഷ്, കനിഷ്ക് ചൗഹർ, ഖിലൻ A പാട്ടേൽ, മുഹമ്മദ് ഇനാൻ തുടങ്ങിയവരുമുണ്ട്. ലോകകപ്പ് ടീമിലെ അംഗങ്ങളുടെ ഭൂരിഭാഗം പേരും ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും കളിക്കുന്നുണ്ട് എന്നത് ടീമിന്റെ ഒത്തിണക്കം വർദ്ധിപ്പിക്കും. ദക്ഷിണാഫ്രിക്കയിലെയും സിംബാബ്വേയിലെയും പിച്ചുകൾ പേസ് ബൗളിങ്ങിനെ തുണയ്ക്കുന്നതാണെങ്കിലും മധ്യ ഓവറുകളിൽ മുഹമ്മദ് ഇനാനെ പോലുള്ള സ്പിന്നർമാരുടെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാകും. വാലറ്റത്ത് ബാറ്റിംഗിലും മികവ് കാട്ടുന്ന ഇനാൻ ടീമിന്റെ ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. സിംബാബ്വേയിലെ ഹരാരെ സ്പോർട്സ് ക്ലബ് പോലുള്ള വേദികളിൽ കിരീടം ഉയർത്തുക എന്നത് ഏതൊരു ക്രിക്കറ്റ് താരത്തിന്റെയും സ്വപ്നമാണ്. മുൻപ് വിരാട് കോഹ്ലിയും മുഹമ്മദ് കൈഫിനെയും പോലുള്ള താരങ്ങൾ അണ്ടർ 19 ലോകകപ്പിലൂടെയാണ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. ആരോൺ ജോർജും മുഹമ്മദ് ഇനാനും ഇതേ പാത പിന്തുടർന്ന് ലോകകപ്പ് വേദികളിൽ തിളങ്ങിയാൽ അത് കേരള ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ സുവർണ നിമിഷങ്ങളായി മാറും.
ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മലയാളി താരങ്ങൾക്കായി കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളും പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത്. ജനുവരിയിൽ തുടങ്ങുന്ന ഈ ക്രിക്കറ്റ് മാമാങ്കത്തിൽ ഇന്ത്യൻ പതാക പാറിക്കാൻ ഈ കൗമാര താരങ്ങൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. ലോകകപ്പ് ടീമിലെ ഈ മലയാളി സാന്നിധ്യം കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ നിന്നുപോലും കൂടുതൽ ക്രിക്കറ്റ് പ്രതിഭകൾ ഉയർന്നു വരാൻ ഇനിയും ഒരു പ്രചോദനമാകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം.